ഹലോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടുവളപ്പിലുള്ള പൂക്കളും പച്ചക്കറികളൊക്കെ എന്തൊക്കെയെന്ന് നോക്കിയാലോ. വാ, എല്ലാവരും എൻ്റെ കൂടെ പോരെ. അപ്പോൾ കുറച്ച് കടലാസ് ചെടികളും മറ്റും ഉണ്ട്. പിന്നെ ഇന്നലെ മുല്ലമൊട്ട്, ഞാൻ എല്ലാ ദിവസവും മുല്ലമൊട്ട് പറിച്ച് കെട്ടുന്നതാണ്. ഇന്നലെ വൈകിട്ട് പറിച്ചില്ല, വിട്ടുപോയത്. അപ്പോൾ ആ മുല്ലമൊട്ട് അങ്ങനെ വിരിഞ്ഞു പോയി. പിന്നെയുള്ളത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ദാ ഇടയ്ക്ക് പഴുത്തൊക്കെ വരുന്നുണ്ട്. പച്ച തക്കാളിയാണ് കൂടുതലും. പിന്നെ നിറം വീണ് വരുന്നുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടില്ല, അതുകൊണ്ട് പറിച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ മുല്ലകളെല്ലാം വിരിഞ്ഞു പോയ സങ്കടത്തിലാണ് കേട്ടോ. പിന്നെ ഇതാ കിടക്കുന്ന ആളെ കണ്ടോ, മത്തങ്ങാച്ചേട്ടനാണ് കേട്ടോ. അവൻ മൂപ്പായോ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ അവൻ അങ്ങനെ കിടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. അങ്ങനെ അമ്മ പറഞ്ഞു, വാ നമുക്കത് പറിക്കാം. അങ്ങനെ അത് പറിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തൊന്ന് വീഡിയോ എടുത്താലോ. മത്തങ്ങാപ്പൂ നല്ല ഔഷധ ഗുണങ്ങളാണ് കേട്ടോ. പിന്നെയുള്ളത് കുറേ മത്തങ്ങാക്കുട്ടന്മാരവിടെ കിടപ്പുണ്ട്, ചെറിയ ചെറിയതൊക്കെ. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് പാത്ത് കിടക്കുക. മത്തപ്പൂവിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ അല്ലേ, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ എന്താ അവൻ്റെ പേര് ഞാൻ മറന്നല്ലോ, ക്യാബേജ് ആണോ അതോ കോളിഫ്ലവർ ആണോ എന്നറിയില്ല. അത് തക്കാളി കുറേ ഉണ്ട് കേട്ടോ. പച്ച തക്കാളിയാണ്. പഴുത്ത് വരുമ്പോൾ കാണാം. ഒന്നുകൂടെ ഞാൻ വീഡിയോ എടുക്കാം പഴുത്ത് വരുമ്പോൾ. അങ്ങനെ എൻ്റെ മുല്ല വിരിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിട്ട് പിന്നെ എനിക്ക് സഹിക്കുന്നില്ല. മുട്ട് ഞാൻ പറിച്ച് കെട്ടി അമ്പലങ്ങളിൽ കൊടുക്കാറുള്ളതാണ് കേട്ടോ. ഇന്ന് വിരിഞ്ഞു പോയി, സോറി. പിന്നെ നമ്മുടെ വെണ്ടക്ക ചേട്ടനുണ്ട് കേട്ടോ. കുറച്ച് ഒരുപാട് എടുത്തു. അതിന് ശേഷം ഇന്നിപ്പോൾ കുറവാണ്. അമ്മ കുറച്ച് വെണ്ടക്ക ഉള്ളത് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ ആൾ മത്തങ്ങ. ഇവനെ എടുക്കാൻ വന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.